ഹായ് കൂട്ടുകാരെ, സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വഴുതന കൃഷി എങ്ങനെ ചെയ്യാവുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അതുപോലെ ചെറിയൊരു വിളവെടുപ്പും ഉണ്ട്. അപ്പം വായോ കൂട്ടുകാരെ, വീഡിയോയിലേക്ക് പോകാം. വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാം. ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലും നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. ആദ്യമേ നമ്മളൊരു ചെടിച്ചട്ടി എടുക്കുക, അതിലേക്ക് കുറച്ച് കരിയില നിറയ്ക്കുക, കുറച്ച് മണ്ണും ചകിരിച്ചോറും മിക്സ് ചെയ്ത് ഇത് അടിവളമായിട്ട് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കുറച്ച് കുമ്മായം ഒക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു ചാക്കിൽ ഒരു 15 ദിവസം വെച്ച ശേഷം നമ്മൾ ഓരോ ചട്ടി നിറയ്ക്കുക. അതിലേക്ക് വഴുതന തൈ പുതുതായിട്ട് നട്ടു കൊടുക്കാം. അങ്ങനെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വേനൽക്കാലം ആകുമ്പോൾ അതിൻ്റെ ചോട്ടിൽ നമ്മൾ മുറ്റം തൂക്കുത്ത് വാരുന്ന കരിയില ഇട്ട് കൊടുക്കണം. കാരണം വേനൽക്കാലം ആകുമ്പം ഈർപ്പം നിലനിർത്താൻ കരിയില ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഞാൻ രണ്ട് വഴുതന തൈ മണ്ണിലും ബാക്കി എല്ലാം ചെറിയ ചെടിച്ചട്ടിയിലുമാണ് വെച്ചിരിക്കുന്നത്. സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് ഉള്ള സ്ഥലത്ത് ചെറിയ രീതിയിലുള്ള കൃഷിയാണ്. ഇടയ്ക്ക് നിന്ന് പഴുത്ത വഴുതനങ്ങ പറിച്ചെടുത്തു. അടുത്ത വട്ടം അത് പാകിയാൽ ഇതുപോലെ നിറയെ വഴുതനങ്ങ ഉണ്ടാവും. വലിയ വലുപ്പമുള്ളതല്ല, ഇടത്തരമാണ്. എന്നാലും അത്യാവശ്യം നമ്മുടെ ആവശ്യത്തിനുള്ളത് കിട്ടും. പിന്നെ ഒരു ശല്യം എന്ന് പറഞ്ഞാൽ ഈ ഇല ചുരുട്ടിപ്പുഴുവിനെ കൊണ്ടുള്ള ഒരു ശല്യമാണ്. അത് ആ സമയത്ത് നമ്മൾ ഇല എടുത്ത് മുറിച്ച് ഇല നുള്ളിക്കളഞ്ഞാൽ മതി. അത് കഴിഞ്ഞ് പുതിയ കായ ഉണ്ടായി കഴിയുമ്പോൾ ആ കമ്പൊന്ന് കോതി നിർത്തുന്നത് നല്ലതാണ്. വഴുതനങ്ങ ഏകദേശം ഒരു 3-4 വർഷം വരെയും നിൽക്കും. നമ്മൾ അതിൻ്റെ അടിവളം കൊടുക്കുന്ന പോലെ ഇരിക്കും. ചെടിച്ചട്ടിയിലും അതുപോലെ തന്നെ ഇടയ്ക്ക് നമ്മൾ അത് വളരുന്നതനുസരിച്ച് വേറെ വലിയ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. സ്ഥലത്ത് നമുക്ക് ചെറിയ രീതിയിൽ തന്നെ വഴുതനങ്ങ കൃഷി ചെയ്യാം. കൂടുതലുണ്ടെങ്കിൽ നമുക്കത് കടകളിൽ കൊടുക്കുകയും ചെയ്യാം. എനിക്ക് അത്യാവശ്യം വീട്ടിലെ ആവശ്യത്തിന് മാത്രമായിട്ട് കിട്ടുന്നുണ്ട്. അത് നല്ലതാണ്. ഇടയ്ക്കൊരു തോരൻ വെക്കാനോ തീയിൽ വെക്കാനോ ഒക്കെ നല്ലതാണ്. സാമ്പാറിലിടാനും കൊള്ളാം. അപ്പോൾ ഇതുപോലെ ചെറിയ രീതിയിലൊക്കെ കൃഷി ചെയ്യൂ. എല്ലാവരും ചെടിച്ചട്ടിയിലും ഗ്രോ ബാഗിലും ഒക്കെ അവരവരുടെ ഉള്ള സ്ഥലത്ത് വെച്ച് കൃഷി ചെയ്യുക. വിഷം ഇല്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ചാനലിൽ ലൈവ് ഒക്കെ ഇടുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ടീവായിട്ട് വരണേ കേട്ടോ ഫ്രണ്ട്സ്. നിറയെ പൂക്കാനും കായ്ക്കാനും ഇതുപോലൊന്ന് ചെയ്താൽ മതി. നമ്മൾ കടലപ്പിണ്ണാക്കുണ്ടല്ലോ, കടലപ്പിണ്ണാക്കും ചാണകവും കൂടെ നമ്മൾ പുളിപ്പിക്കാൻ വെക്കണം. ഒരു 4-5 ദിവസം പുളിക്കാൻ വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. എല്ലാ ദിവസവും ഒന്ന് വൈകിട്ട് ഒരു കമ്പ് വെച്ച് ഒരേ സൈഡിൽ ഇളക്കി കൊടുക്കുക. 5 ദിവസം കഴിയുമ്പോൾ അതിൽ ഒരു കപ്പ് എടുക്കുക. കുറച്ച് വെള്ളത്തിലേക്ക് ഒരു അര ബക്കറ്റ് വെള്ളത്തിൽ കലക്കി, അല്ലെങ്കിൽ അര ബക്കറ്റ് അല്ലെങ്കിൽ ഒരു വലിയ ബക്കറ്റ് നിറച്ച് വെള്ളം എടുത്തിട്ട് കൃഷിക്ക് ആവശ്യം എത്ര വേണോ അത്രയും വളം ഒഴിച്ച് കൊടുക്കുക. വളം ഒഴിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് പുതിയ കായ്കൾ വരും, നിറയെ കായ്ക്കും. അതുപോലെ ഓവറായിട്ട് ഇല വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഇല ഇടയ്ക്ക് നിന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് കാ പിടിച്ചോളും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചില സമയങ്ങളിൽ അതിൻ്റെ അകത്ത് നിറയെ ഇലകളായിരിക്കും. ആദ്യമേ കുറേ നിറയെ ഇലകൾ വരും. ആ ഇല വരുമ്പോൾ ഇടയ്ക്ക് താഴെ നിന്നുള്ള മൂത്ത ഇലകളുണ്ടെങ്കിൽ അതിൽ നിന്ന് മുറിച്ച് മാറ്റണം. മുറിച്ച് മാറ്റുന്നതിനനുസരിച്ച് പുതിയ പൂക്കളുണ്ടായി കായ്കൾ നിറയെ തരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പുതിയ വ്യത്യസ്ത വീഡിയോ